ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നെത്തോലി അച്ചാറാണ്. ഞാൻ നെത്തോലിയിൽ കുറച്ച് മഞ്ഞൾ, മുളക്, ഉപ്പ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നെത്തോലിയും ഇട്ട് കുറച്ച് എണ്ണയും ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നെത്തോലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കരിവേപ്പില, 3 പച്ചമുളക്. പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനെടുത്ത വെളുത്തുള്ളി കുറച്ച് ചെറുതായതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചീനച്ചട്ടി ചൂടാവാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക് ആഡ് ചെയ്യാം. അടുത്തതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അടുത്തതായി അരിഞ്ഞു വെച്ച കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി മുൻപ് ഫ്രൈ ചെയ്ത് വെച്ച നെത്തോലി ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വിനിഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഉലുവ ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അടുത്തതായി 1 ടീസ്പൂൺ കടുക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക.
നമ്മുടെ ടേസ്റ്റി നെത്തോലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി സൂക്ഷിക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഈ അച്ചാർ. നല്ല ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.